ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ പല ടെക്നീഷ്യന്മാരും എച്ച് ഡി ക്യാമറയിൽ നിന്ന് CCTV ക്യാമറയിൽ HD ക്യാമറയിൽ നിന്ന് NVR-ലേക്ക് നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡിംഗ് ആയ NVR-ലേക്ക് ഇപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കുറേ നാളായിട്ട് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ പുതുതായിട്ട് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. എന്താണ് ഈ ഒരു IP, അല്ലെങ്കിൽ IP എങ്ങനെയാണ് അസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഒരു നെറ്റ്വർക്കിൽ വരുന്നത്, എന്താണ് നെറ്റ്വർക്ക് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാവും. എന്താണ് ഈ ഒരു നെറ്റ്വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡിംഗ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാവും. അതായത് ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ഒരു കസ്റ്റമർ പ്ലേസിൽ അവിടെ ഒരു മോഡം അല്ലെങ്കിൽ ഒരു റൗട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഗേറ്റ്വേ IP അല്ലെങ്കിൽ LAN IP ആ ഒരു മോഡത്തിൻ്റെ 192.168.1.1 ആണെന്ന് വിചാരിക്കാം. അതൊരു ഫൈബർ ONE ആയിരിക്കാം, മോഡമായിരിക്കാം, റൗട്ടർ ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ 192.168.1.1 ആണ് അതിൻ്റെ ഗേറ്റ്വേ IP എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു IP, അതായത് ആ ഒരു റൗട്ടറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മോഡത്തിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകൾ, അതായത് വീട്ടിലെ ആൾക്കാരുടെ മൊബൈൽ ഉണ്ടാവാം, അവരുടെ കമ്പ്യൂട്ടർ ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള ഡിവൈസുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ കണക്റ്റായി കിടക്കുമ്പോൾ ഈ ഒരു റൗട്ടറിൽ നിന്നാണ് അതിൻ്റെ DHCP സെർവർ വർക്ക് ചെയ്ത് ഇതിനെല്ലാത്തിനും IP കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു LAN IP, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് IP, അത് തന്നെ പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ റൗട്ടർ തന്നെ ഈ പറഞ്ഞ ഡിവൈസുകൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ റൗട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസുകളുടെ IP ഇപ്പോൾ 1.1 ആണ് ഈ ഒരു ഗേറ്റ്വേ IP ആയിട്ട് ഈ ഒരു റൗട്ടറിന് വന്നേക്കണമെങ്കിൽ, ബാക്കിയുള്ള ഡിവൈസുകളുടെ IP 1.2, 1.3, 1.4, 1.5 എന്ന് പറഞ്ഞിട്ട് കണക്റ്റഡ് ആവുന്ന ഡിവൈസുകൾക്കെല്ലാം ആ ഒരു സീരിയലിലൊരു IP കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുകയാണ്. എങ്ങനെ നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നത്? ആ ഒരു മോഡവും അല്ലെങ്കിൽ ആ ഒരു റൗട്ടറും അതിന് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകളും ഇതെല്ലാം ആ ഒരൊറ്റ നെറ്റ്വർക്കിലാണ്, ആ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലാണത്. അപ്പോൾ ഇതിനെയാണ് ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ നെറ്റ്വർക്ക് ക്യാമറ എന്ന് പറഞ്ഞ് നെറ്റ്വർക്ക് ക്യാമറയിൽ വെക്കാൻ പോകുന്നത് ഈ ഒരു നെറ്റ്വർക്കിലോട്ടാണ്. അപ്പോൾ നെറ്റ്വർക്ക് ക്യാമറ എന്ന് വെച്ചാൽ ആ നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അത് നെറ്റ്വർക്ക് ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാമറയായിട്ട് നമ്മൾ ആ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ആ നെറ്റ്വർക്കിലോട്ട് വേണം നമ്മുടെ ഈ ഒരു ക്യാമറേനെയും അസൈൻ ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ, അവിടുത്തെ 1.1 എന്നാണ് അതിൻ്റെ IP, അതായത് 192.168.1.1 ആണ് അവിടുത്തെ IP എങ്കിൽ അതിൽ ആ സീരിയലിലോട്ട് വരുന്ന ഈ പറഞ്ഞ 1.3, 1.4, 1.5 എന്ന് ഞാൻ പറഞ്ഞ ഓരോ ഡിവൈസുകൾ കണക്റ്റ് ആയിരിക്കുന്നത് ആ ഒരു സീരിയലിലോട്ട് വേണം നമ്മളുടെ ഈ ഒരു ക്യാമറ അല്ലെങ്കിൽ ഈ ഒരു NVR-ഉം ആ ഒരു സീരിയലിലോട്ട് വരണം. ആ ഒരു ക്യാമറകൾ ഈ ഒരു സീരിയലിലോട്ട് വരുമ്പോഴാണ് ആ ഒരു നെറ്റ്വർക്കിലോട്ട് നമ്മൾ വെക്കാൻ പോകുന്ന ക്യാമറയാവുന്നത്. അപ്പോഴാണ് അത് പ്രവർത്തിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് എല്ലാ ക്യാമറകളും ഇതുപോലെ തന്നെ ആ ഒരു നെറ്റ്വർക്കിലോട്ട് വരണം. അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു നെറ്റ്വർക്ക് സ്വിച്ച് ഉപയോഗിക്കാം. നെറ്റ്വർക്ക് സ്വിച്ച് ഉപയോഗിച്ചിട്ട് ആ സ്വിച്ച് ഏതെങ്കിലും അവിടെ ഒരു സ്വിച്ച് ഉണ്ടെങ്കിൽ സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ആ മോഡത്തിലോട്ട് നേരിട്ട് കണക്ട് ചെയ്യുക. നേരിട്ട് കണക്ട് ചെയ്തിട്ട് ആ സ്വിച്ചിൽ നിന്ന് ഈ വയറുകളെല്ലാം ഓരോ ക്യാമറയിലോട്ട് കൊടുക്കുക. ഓരോ ക്യാമറയിലോട്ടും നേരിട്ട് ഓരോ വയറൊന്നുമില്ല, അവിടെയും വേറൊരു സ്വിച്ച് വെച്ചാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അവിടെ നിന്നും കണക്ട് ചെയ്ത് വലിക്കാം. അപ്പോൾ ഇതിനെല്ലാനും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഒരു റൗട്ടർ IP പ്രൊവൈഡ് ചെയ്തോളും. അതായത് ആ ഒരു സീരിയലിൽ വരുന്ന 1.0 സീരീസിൽ വരുന്ന IP ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഒരു ക്യാമറകൾക്കെല്ലാം പ്രൊവൈഡ് ചെയ്തോളും. ഇൻ കേസ് ഇതല്ല നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു IP അതിന് അസൈൻ ചെയ്യണം, 1.15, 1.17 അല്ലെങ്കിൽ 1.0 തന്നെ വേണമെന്നില്ല, വേറെ ആ ഒരു സീരിയലിൽ വേറെ മൊത്തത്തിൽ മാറ്റണമെങ്കിലും ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇൻക്ലൂഡിങ് ഈ ഒരു റൗട്ടറിൻ്റെ ഗേറ്റ്വേ ഉൾപ്പെടെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻ കേസ് അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു സ്റ്റാറ്റിക് ആയിട്ടൊരു IP കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഓരോ ക്യാമറയിൽ നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടും IP കൊടുക്കാം. ഓട്ടോമാറ്റിക് പറ്റുന്നില്ല, നമുക്ക് ഇടയ്ക്ക് ചേഞ്ച് ആയി പോകുന്നത് ഡൈനാമിക് IP അതുകൊണ്ട് ചിലപ്പോൾ ചേഞ്ച് ആയി പോകാം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ ചേഞ്ചിങ് ഒഴിവാക്കാനായിട്ട് സ്റ്റാറ്റിക്കായിട്ട് നമുക്ക് ഈ ക്യാമറയിൽ IP കൊടുക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു IP സ്റ്റാറ്റിക്കായിട്ടാണ് എങ്ങനെ കൊടുക്കണമെന്നൊക്കെ ഉള്ളത് നമുക്ക് വീഡിയോയിൽ തന്നെ കാണേണ്ടി വരും. അതിൻ്റെ വീഡിയോയിലൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, ഇനിയുള്ള സെഷനിലൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു സ്റ്റാറ്റിക്കായിട്ട് തന്നെ നമുക്കൊരു മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി ഇതെല്ലാം ഒന്നുമില്ലെങ്കിലും നിങ്ങളവിടെ കണക്ട് ചെയ്ത് ആ ഒരു നെറ്റ്വർക്കിലായാൽ തന്നെ നെറ്റ്വർക്ക് ക്യാമറകളൊക്കെ അപ്പാവും, നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു സീരിയലിൽ വരുന്ന IP ഒക്കെ ഈ ഒരു റൗട്ടർ തന്നെ കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് നിങ്ങൾ നെറ്റ്വർക്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അത് ബേസിക്കായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നവർക്കോ ഉദ്ദേശിക്കുന്നവർക്കുള്ളതാണ്. ആ നെറ്റ്വർക്ക് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അതായത് അവിടെ ഇരിക്കുന്ന ആ ഒരു റൗട്ടർ അസൈൻ ചെയ്യുന്ന IPകൾ, അസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന ആ IP ആ ഒരു സീരിയലായിട്ട് തന്നെ വരുന്നത്. നമുക്ക് ഇതിൻ്റെ IP ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഏതാണെന്നുള്ളത്. IP നമുക്ക് പല ടൂളുകളുണ്ട്, മൊബൈലിൽ ചെക്ക് ചെയ്യാനായിട്ട് ടൂളുകളുണ്ട്. ഇനി അതിന് പുറമെ
നമുക്ക് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്തേക്കുകയാണെങ്കിൽ അതിൻ്റെ വൈഫൈ സെറ്റിങ്സിൽ തന്നെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ലാൻ IP അല്ലെങ്കിൽ ഗേറ്റ് വേ IP എത്രയാണെന്നുള്ളത് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ ഗേറ്റ് വേ IP മനസ്സിലാവും. അതുപോലെ തന്നെ ഫോണിൽ കണക്റ്റ് ആയിരിക്കുന്ന സീരിയൽ IP എത്രയെന്ന് മനസ്സിലാവും. അതായത് 1.1 ആണ് അതിൻ്റെ ഗേറ്റ് വേ IP എന്നും, അതുപോലെ തന്നെ ഈ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഫോൺ ഏതിലാണ് അത് നമ്മൾ IP കണക്റ്റ് അയക്കുന്നത് 1.3 1.4 എത്രയെന്ന് വെച്ചാൽ അതിലാണെന്നൊക്കെ നമുക്ക് ആ ഫോണിൽ ചെക്ക് ചെയ്ത് തന്നെ മനസ്സിലാവും. അപ്പോൾ ആ ഒരു സീരിയൽ നമുക്കപ്പോൾ തന്നെ മനസ്സിലാവും ഇതിലാണ് ഈ ഒരു നെറ്റ്വർക്ക് എല്ലാം പോയേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സീരിയലിലായിരിക്കും നമ്മുടെ ഈ ഒരു IP ക്യാമറകളും വരുന്നത്. IP ക്യാമറ നമ്മളിങ്ങനെ IPയിൽ ആ ഒരു നെറ്റ്വർക്കിൽ കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ കണക്ഷൻ ആയിക്കോളും. ഓക്കെ, പിന്നെ ചില സാഹചര്യങ്ങളിൽ ഇത് കിട്ടാതെ വരും. അതായത് ഈ IP നമ്മുടെ നെറ്റ്വർക്കിലോട്ട് എടുക്കാതെ വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതായത് നമ്മളെല്ലാം പ്രോപ്പറായിട്ടാണ് കൊടുത്തേക്കുന്നത്. അതായത് കേബിൾ പ്രോപ്പറായിട്ട് വലിച്ചു, കണക്ടിവിറ്റി ഓക്കെയാണ്, നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കണക്ടിവിറ്റി ഓക്കെയാണ്, സ്വിച്ച് ഓക്കെയാണ്, എല്ലാം ഓക്കെ ആണെങ്കിൽ ചില സമയത്ത് കിട്ടാതെ വരും. അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ വേറൊരു റൗട്ടർ വന്നെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ നമ്മുടെ മെയിൻ മോഡത്തിൻ്റെ ഇടയിൽ വേറൊരു, അതായത് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ അതിൻ്റെ ഇടയിൽ ഒരു വേറൊരു റൗട്ടർ ആരെങ്കിലും വെച്ചിട്ടുണ്ട്. അതിനൊരു വേറൊരു ഡിഫറൻറ്റ് നെറ്റ്വർക്കാണ് അവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ക്യാമറ വലിച്ചേക്കുന്നത് ആ ഒരു നെറ്റ്വർക്കിൽ നിന്നാണെങ്കിൽ കിട്ടില്ല. അപ്പോൾ ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്കൊരു മോഡ് അവിടെയുണ്ട്. ആ മോഡത്തിൽ നിന്നുള്ള കണക്ഷൻ മുഴുവനും ഒറ്റ നെറ്റ്വർക്കിലായിരിക്കും. അതല്ലാണ്ട് ആ മോഡം വല്ല വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടോ റേഞ്ച് എക്സ്റ്റെൻഷൻ ചെയ്യാനായിട്ടോ മറ്റൊരു റൗട്ടർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ റൗട്ടറാണെങ്കിൽ വാൻ മോഡിലല്ല, റിപ്പീറ്റർ മോഡിലാണ് സെറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. റിപ്പീറ്റർ മോഡിലാണ് സെറ്റ് ചെയ്തേക്കണമെങ്കിൽ നമുക്ക് സെയിം IP തന്നെയായിരിക്കും പോകുന്നത്. നമ്മൾ അത്തരം ക്യാമറകളും IoT ഡിവൈസൊക്കെ ഉള്ളിടത്ത് കഴിയുന്നത് റിപ്പീറ്റർ മോഡിൽ തന്നെ സെറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ മെയിൻ IP തന്നെ, അല്ലെങ്കിൽ ആക്സസ് പോയിൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ആക്സസ് പോയിൻ്റ് റിപ്പീറ്റർ മോഡൽ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു മെയിൻ IP തന്നെയായിരിക്കും റിപ്പീറ്റ് ആവുന്നത്. ഇനി അതല്ല, ഈ ഒരു വാൻ മോഡൽ ആരെങ്കിലും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഡിഫറൻറ്റ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം. അതായത് എക്സിസ്റ്റിംഗ് ഉണ്ടാകുന്ന നെറ്റ്വർക്കിൽ നിന്നൊരു ഡിഫറൻറ്റ് നെറ്റ്വർക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോഴും നമുക്ക് എന്ത് സംഭവിക്കും? ഡിഫറൻറ്റ് നെറ്റ്വർക്ക് അവിടെ, അതായത് ഒരേ വീട്ടിൽ തന്നെ ആ 2 റൗട്ടറിൻ്റെ നെറ്റ്വർക്കുകൾ ഡിഫറൻ്റ് ആയി. അപ്പോൾ ഈ ക്യാമറ നമ്മൾ ഈ 2 നെറ്റ്വർക്കിലായിട്ട് വയ്ക്കുമ്പോൾ ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിലെ ക്യാമറകൾ നമുക്കവിടെ അപ്പായി കിട്ടുള്ളൂ. അതായത് നമ്മൾ ഈ ഒരു NVR കൊടുത്തേക്കുന്ന ആ ഒരു സീരിയലിൽ വരുന്ന ഏതിലോട്ടാണോ മോഡത്തിലോട്ട് കൊടുത്തേക്കുന്നത് അതിൻ്റെ നെറ്റ്വർക്കിൽ മാത്രം ഉള്ള ക്യാമറകൾ മാത്രമേ നമുക്കത് അപ്പായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഒരു നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളത് ജസ്റ്റ് കൺഫേം ചെയ്യുക ഏതാണ് അവിടെ ഇരിക്കുന്ന ആ ഒരു മോഡത്തിൻ്റെ ഗേറ്റ് വേ ലാൻ IP ഗേറ്റ് വേ IP എന്നും ആ ഗേറ്റ് വേ IPയുടെ സീരിയൽ എത്രയാണ് വരുന്നതെന്നും അതിനകത്ത് തന്നെയാണ് ക്യാമറ വരുന്നതെന്നും ഇനി സ്റ്റാറ്റിക്കായിട്ട് കൊടുക്കണമെങ്കിൽ അതെങ്ങനെ സ്റ്റാറ്റിക്കായിട്ട് കൊടുക്കാമെന്നും കൺഫേം ചെയ്താൽ തന്നെ ആ ഒരു നെറ്റ്വർക്ക് ക്യാമറ ആ നെറ്റ്വർക്കിൽ കയറുകയും പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുകയും ചെയ്യും. പിന്നീട് ബാക്കി കൂടുതൽ കോൺഫിഗറേഷൻ ഉൾപ്പെടെയുള്ളത് നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി കുറേ ചെയ്തിട്ടുണ്ട്, നമ്മളതിൻ്റെ വീഡിയോസും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു നെറ്റ്വർക്കിനെ കുറിച്ചുള്ള ഏകദേശം രൂപം കിട്ടിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.